ചങ്ങലോട്ടക കത്തിച്ചതും പ്രകാശം ചെയ്യാനുള്ള കാസറ്റും ശാന്തിമാരെ സ്റ്റേജിലെത്തിക്കുന്നതാണ്. നമ്മുടെ ഓഡിയോ സിഡിയുടെ തുടർന്ന് നമ്മളേവരും പത്മദളം എന്ന ഭക്തിഗാന സിഡിയുടെ പ്രകാശന കർമ്മം ആദരണീയ ശ്രീ കലാഭവൻ മണി നിർവഹിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങുന്നത് നമുക്ക് ഏവർക്കും പ്രിയകരനായ ദേവസ്വം പ്രസിഡന്റ് ശ്രീ PN ഗോപാലകൃഷ്ണൻ അവർ മെമിക്രിയുടെ രാജാവ് ശ്രീ സാജൻ പള്ളുരുത്തി അദ്ദേഹത്തെ ക്ഷണിക്കുക. ഒരു സിനിമാ നടനാക്കി രണ്ട് കൈ നീട്ടി സ്വീകരിച്ച എൻ്റെ അച്ഛനമ്മമാരെ, അനുജന്മാരെ, ചേട്ടന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ആ ചാലക്കുടിയിലെ പഴയ ഓട്ടോറിക്ഷക്കാരൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഈ പരിപാടി പങ്കെടുത്തില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായിരിക്കും. സാധാരണ പ്രസംഗത്തിലൊക്കെ എല്ലാവരും പറയുന്നതാണ്, പക്ഷേ ഇതൊരു പ്രസംഗമായിട്ട് കൂട്ടണ്ട. എൻ്റെ വീട്ടില് ജയലക്ഷ്മിയും അദ്ദേഹത്തിൻ്റെ സഹോദരനും ജയലക്ഷ്മിയുടെ അമ്മയെല്ലാം കൂടി വന്നിരുന്നു. മൈക്കൊന്നും ഇല്ലാതെയാണ് ജയലക്ഷ്മി എൻ്റെ ചെവിയോട് ചേർന്ന് നിന്ന് പാടിയപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റൊന്നല്ല, ഒരുപാട് സംഗീതം പഠിച്ചിട്ടുള്ള, ഒരുപക്ഷെ കുഞ്ഞുമോള് സംഗീതം പഠിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്ക് സംഗീതത്തിന്റെ ABCD പോലും അറിയാതെയാണ് ഞാൻ ഈ CD-യിലൊക്കെ പാട്ട് പാടി നിങ്ങളുടെ ചെവികളിൽ എത്തിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു 100% കൂടി അഹങ്കാരത്തോടു കൂടി തന്നെ പറയാൻ ഞാൻ പ്രാപ്തനാണെന്ന് തന്നെ പറയാം. ഈ കൊച്ചുമോള് തീർച്ചയായിട്ടും ഒരു ഹൈസ്കൂളൊക്കെ ആവുമ്പോഴേക്കും നല്ലൊരു ഗായികയുടെ പക്വതയോടു കൂടി തന്നെ